ഹലോ എവരി വൺ വെൽക്കം ടു ജിബോർഡ്. എല്ലാവർക്കും മക്കളെ ജിബോർഡിൻ്റെ SSLC ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ജൂൺ 26 ബുധനാഴ്ച. ഇന്ന് രാത്രി കൃത്യം 7:30 എന്തുണ്ടാ സീസൺസ് ആൻഡ് ടൈം അഥവാ ഋതുഭേദങ്ങളും സമയം എന്നുള്ള ചാപ്റ്ററിൻ്റെ പാർട്ട് 3 ലൈവ് ഉണ്ട്. അതോടുകൂടി ചാപ്റ്റർ ഇവിടെ എന്ത് ചെയ്യാണ് അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യാത്തൊരു ടോപ്പിക്ക് നമ്മൾ എന്ത് ചെയ്യണം ഇപ്പം പറയാൻ പോവാണ്. ടൈം കാൽക്കുലേഷൻ അഥവാ സമയം നിർണ്ണയം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ കണ്ടിട്ട് വേണം നിങ്ങൾ എന്തിലേക്ക് വരാൻ, ലൈവിലേക്ക് വരാൻ. നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആർക്കെങ്കിലും ടൈം കാൽക്കുലേഷൻ അഥവാ സമയ നിർണ്ണയമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക. നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സെറ്റാക്കണേ. ഒരു കാര്യം കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങളുടെ സ്കൂളിൽ എടുത്ത് തീർന്നെങ്കിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചാപ്റ്ററിൻ്റെ അവസ്ഥ എന്താ, ടഫാണോ ഈസിയാണോ, ആ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ടൈം കാൽക്കുലേഷൻ അഥവാ സമയനിർണ്ണയം നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു 3 കാര്യങ്ങൾ മനസ്സിൽ വേണം. അതായത് നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ഭൂമി ഭ്രമണം ചെയ്യാൻ എടുക്കുന്ന സമയത്ത് 24 മണിക്കൂറാണ്. ഒരു മണിക്കൂർ എത്ര മിനിറ്റാണ്? 60 മിനിറ്റാണ്. അതായത് 1440 മിനിറ്റ് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഭൂമി ഭ്രമണം ചെയ്യുന്നത്. ഭൂമിയിൽ ആകെയുള്ള ലോഞ്ചിറ്റ്യൂഡ്സ് അഥവാ രേഖാംശ രേഖകളുടെ എണ്ണം 360 അതായത് 1 ഡിഗ്രി കറങ്ങാൻ ഭൂമി എടുക്കുന്ന സമയം എത്രയാടാ? 4 മിനിറ്റ്. അതായത് 4 മിനിറ്റ്. ഈ വീഡിയോ ഏകദേശം 10 മിനിറ്റ് ഉണ്ടാവും. ഈ 10 മിനിറ്റ് കൊണ്ട് ഏകദേശം നമ്മുടെ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്, 2 രേഖാംശ രേഖകൾ അഥവാ 2 ലോഞ്ചിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നുണ്ട്, പാസ് ചെയ്ത് പോകുന്നുണ്ട്. ശ്രദ്ധിക്കണേ, 2 ലോഞ്ചിറ്റ്യൂഡ് അഥവാ 2 രേഖാംശ രേഖകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വീഡിയോ നിങ്ങൾ കണ്ടു തീരുമ്പോഴേക്കും ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്, തിരിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1 ഡിഗ്രി കറങ്ങാൻ ഭൂമി എടുക്കുന്ന സമയം എത്രയാടാ? 4 മിനിറ്റ്. ശ്രദ്ധിക്കണേ, 1 ഡിഗ്രി കറങ്ങാൻ ഭൂമി എടുക്കുന്ന സമയം 4 മിനിറ്റ്. 0 ഡിഗ്രി അഥവാ ഗ്രീനിച്ച് രേഖ മറ്റൊരു പേരും കൂടി ഉണ്ട് അല്ലേ. എന്താണ് ഗ്രീനിച്ച് രേഖയെ വിളിക്കുന്ന മറ്റൊരു പേര്? അതായത് ഗ്രീനിച്ച് ലൈൻ ഹാവ്സ് അനദർ നെയിം. എന്താണ് മറ്റൊരു നെയിം? എന്താ? അതൊന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഗ്രീനിച്ച് ലൈൻ ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. ഗ്രീനിച്ച് രേഖയെ മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്. അതെന്താ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ 0 ഡിഗ്രിയുടെ ബേസിൽ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക, ടൈം കാൽക്കുലേറ്റ് ചെയ്യുക. 0 ഡിഗ്രിയിൽ നിന്ന് വെസ്റ്റ് അഥവാ പടിഞ്ഞാറോട്ടേക്ക് എന്ത് ചെയ്യും, സമയം കുറയും. ഈസ്റ്റ് അഥവാ കിഴക്കോട്ടേക്ക് എന്ത് ചെയ്യും, സമയം കൂടും. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണേ. 0 ഡിഗ്രി അഥവാ ഗ്രീനിച്ച് രേഖ, അതിന് മറ്റൊരു പേരും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക, ടൈം കാൽക്കുലേറ്റ് ചെയ്യുക. 0 ഡിഗ്രിയിൽ നിന്ന് ഈസ്റ്റിലേക്ക് പോകുന്തോറും ടൈം ആഡ് ചെയ്യും അല്ലെങ്കിൽ കൂടും. വെസ്റ്റിലേക്ക് പോകുന്തോറും ടൈം കുറയും. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങ വെക്കണം കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കണേ, നിങ്ങളുടെ മൈൻഡിൽ ഈ ഒരു കാര്യം വെക്കണേ. അതായത് എർത്ത് 1 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം എത്രയാണ്? 4 മിനിറ്റ്സ് അല്ലേ. ഭൂമി 1 ഡിഗ്രി കറങ്ങാൻ എടുക്കുന്ന സമയം എത്രയാടാ? 4 മിനിറ്റ് ആണ്. ഈ 0 ഡിഗ്രി അഥവാ 0 ഡിഗ്രി രേഖാംശ രേഖ, അതായത് ഗ്രീനിച്ച് രേഖയുടെ വെസ്റ്റ് അഥവാ പടിഞ്ഞാറ് ഭാഗത്തേക്ക് എന്തായിരിക്കും, ഗ്രീനിച്ചിനേക്കാൾ സമയം കുറവായിരിക്കും. എന്ന് വെച്ചാൽ ഗ്രീനിച്ച് രേഖയിൽ രാവിലെ 9 മണി ആണെങ്കിൽ വെസ്റ്റിലേക്കുള്ള സ്ഥലത്തേക്ക് സമയത്തിലേക്ക് 8, 7, 6, 5 ഇങ്ങനെ കുറയാണ് ചെയ്യുക. ഇനി ഈസ്റ്റ് അഥവാ കിഴക്കോട്ടേക്കാണെങ്കിലോ 10, 11, 12 അങ്ങനെ എന്താ ചെയ്യുക, കൂടുകയാണ് ചെയ്യുക. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഇനി എങ്ങനെയാണ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുക? ഒരു രീതിയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയേ, ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു നോക്കണം. വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ എന്താ, ഗ്രീനിച്ചിലെ ടൈം 9 AM ആണെങ്കിൽ 90 ഡിഗ്രി ഈസ്റ്റും 45 ഡിഗ്രി വെസ്റ്റുമാണ് എന്ത് ചെയ്തത്, കാണാൻ പറഞ്ഞത്. ഒരു രീതിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോൾ എന്താടാ, ഗ്രീനിച്ചിലെ ടൈം എത്രയാണ്? 9 AM. ഗ്രീനിച്ചിലെ ടൈം എത്രയാടാ? 9 AM ആണ്. നിങ്ങളോട് കാണാൻ പറഞ്ഞത് എന്താടാ? നിങ്ങളോട് കാണാൻ പറഞ്ഞ ഇവിടുത്തെ സമയമാണ്. നിങ്ങളോട് കാണാൻ പറഞ്ഞത് 90 ഡിഗ്രി ഈസ്റ്റ്. 90 ഡിഗ്രി ഈസ്റ്റ് അഥവാ 90 ഡിഗ്രി കിഴക്കും 45 ഡിഗ്രി വെസ്റ്റ് അഥവാ 45 ഡിഗ്രി പടിഞ്ഞാറും. ഈ 2 സ്ഥലത്തെയും ടൈമാണ് നിങ്ങളോട് എന്ത് ചെയ്യാൻ പറഞ്ഞത്, കാണാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, ആദ്യം ഈസ്റ്റ് അഥവാ കിഴക്ക് ഭാഗത്തെ സമയം നമ്മൾ കാണാൻ പോകുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പരിപാടി, ഫസ്റ്റ് സ്റ്റെപ്പ് ശ്രദ്ധിച്ചോ. നമുക്ക് ടൈം തന്നത് ഏത് ലോഞ്ചിറ്റ്യൂഡാണ്, ഏത് രേഖയിലാണ്? ഗ്രീനിച്ച് രേഖയിലാണ് അല്ലേ. നിങ്ങൾക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ലോഞ്ചിറ്റ്യൂഡ് അഥവാ ഒരു രേഖാംശത്തിലെ സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യും, തരും. എന്നിട്ട് മറ്റൊരു രേഖാംശത്തിലെ സമയമാണ് നിങ്ങളോട് എന്ത് ചെയ്യാൻ പറയുക, കാണാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നത് ഏതാടാ? ഗ്രീനിച്ചിലെ സമയമാണ്. നിങ്ങളോട് കാണാൻ പറഞ്ഞ എടുത്ത സമയമാണ് 90 ഡിഗ്രി ഈസ്റ്റ് അഥവാ 90 ഡിഗ്രി കിഴക്കിലെ സമയമാണ്. ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ത് ചെയ്യുക, ആദ്യം കാണാം. അപ്പോൾ 0, 90 തമ്മിലുള്ള വ്യത്യാസം എത്രയാടാ? 90 ഇല്ലേ. ഇനി ഇവിടെ 0-ന് പകരം ഒന്ന് ആലോചിച്ച് നോക്കിയേ, 10 ആണെങ്കിൽ 10 90 തമ്മിലുള്ള വ്യത്യാസം എത്രയാടാ? 80. ഇനി 20 ആണെങ്കിലോ 20 90 തമ്മിലുള്ള വ്യത്യാസം എത്രയാടാ? 70. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ എന്താ, നിങ്ങൾക്കൊരു ലോഞ്ചിറ്റ്യൂഡ്, ഒരു രേഖാംശ രേഖയുടെ സമയം തരും. ആ രേഖാംശ രേഖയും നിങ്ങൾക്ക് ടൈം കാണേണ്ട, സമയം കാണേണ്ട രേഖാംശ രേഖയും തമ്മിലുള്ള വ്യത്യാസം, ആ ലോഞ്ചിറ്റ്യൂഡ് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആദ്യം കാണുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു ലോഞ്ചിറ്റ്യൂഡ് അഥവാ ഒരു രേഖാംശ രേഖയിലെ സമയം തരും. അധികവും ഗ്രീനിച്ച് രേഖയിലെ ടൈമാണ് തരിക. ആ ലോഞ്ചിറ്റ്യൂഡ് അഥവാ ആ രേഖാംശ രേഖയും നിങ്ങൾക്ക് ടൈം കാണേണ്ട ലോഞ്ചിറ്റ്യൂഡ് അഥവാ ടൈം കാണേണ്ട രേഖാംശ രേഖയും തമ്മിലുള്ള വ്യത്യാസം മക്കൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം കാണാം. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാടാ? 90 ആണ് അല്ലേ. അത് നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? 4 അല്ലേ. എത്രയോടാടാ?
4 കൊണ്ട് എന്ത് ചെയ്യാണ്, മൾട്ടിപ്ലൈ ചെയ്യാണ്. 4 കൊണ്ട് അഥവാ 4 കൊണ്ട് ഗുണിക്കുകയാണ്. എന്താണ് 4 കൊണ്ട് ഗുണിക്കാനുള്ള കാരണം? നമ്മൾ പഠിച്ചു 1 ഡിഗ്രി കറങ്ങാൻ എടുക്കുന്ന സമയം എത്ര മിനിറ്റാ? 4 മിനിറ്റാ അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് 1 ഡിഗ്രി കറങ്ങാൻ എടുക്കുന്ന സമയം എത്ര മിനിറ്റാ? 4 മിനിറ്റ്. അപ്പോൾ 90 ഡിഗ്രി കറങ്ങാൻ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാ? 90 × 4 90 × 4 എത്രയാ? 360. ഈ കിട്ടിയ 360 എന്താടാ? മിനിറ്റാണ്. ഈ കിട്ടിയ 360 എന്താടാ? മിനിറ്റാണ്. അത് നമ്മൾ എത്ര കൊണ്ട് ഹരിക്കുന്നു? 60 കൊണ്ട് ഹരിക്കുന്നു. 360 നമ്മൾ എത്ര കൊണ്ട് ഹരിക്കുന്നു? 60 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹരിക്കുന്നു. 360നെ 60 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 6 എന്ന് കിട്ടും അല്ലേ? 360നെ 60 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 6 എന്ന് കിട്ടും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. ഗ്രീനിച്ചിലെ സമയം രാവിലെ 9 മണി. ഇഫ് ദ ടൈം അറ്റ് ഗ്രീൻവിച്ച് ഈസ് 9 AM എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അതായത് രാവിലെ 9 മണി എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ? ഗ്രീനിച്ചിലെ സമയം രാവിലെ 9 മണി എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രീനിച്ചിൻ്റെ ഈസ്റ്റ് സൈഡിൽ അഥവാ കിഴക്ക് ഭാഗത്താണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രീനിച്ചിലെ ടൈമിനോട് ഈ 6 എന്ത് ചെയ്യണം? കൂട്ടണം. 15 മണി. 15 മണി എന്ന് പറഞ്ഞാൽ എന്താ? റെയിൽവേ ടൈം ആണല്ലേ? റെയിൽവേ ടൈമിൽ എങ്ങനെയാ? ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞാൽ നമുക്ക് 1 മണി ആണെങ്കിൽ റെയിൽവേ ടൈം എങ്ങനെയാ? 13 മണി ഇറങ്ങിയ ഉച്ചയ്ക്ക് 1 മണിയാണ്. 14 മണി ഇറങ്ങിയ ഉച്ചയ്ക്ക് 2 മണിയാണ്. 15 മണി ഇറങ്ങിയ ഉച്ചയ്ക്ക് 3 മണി. അതായത് 3 PM ആണ് എന്ത്? ഇതിൻ്റെ ആൻസർ വരിക. അതായത് ഗ്രീനിച്ചിൽ മോർണിംഗ് 9 AM ആകുമ്പോൾ 90 ഡിഗ്രി ഈസ്റ്റിൽ വരുന്ന ടൈം എത്രയാടാ? 3 PM ആണ്. എത്രയാണ്? 3 PM. അപ്പോൾ സ്റ്റെപ്പ് ഓർത്ത് വെച്ചോ. നിങ്ങൾക്കൊരു ലോഞ്ചിറ്റ്യൂഡ്, ഒരു രേഖാംശ രേഖയിലെ സമയം തരും. ആ രേഖാംശ രേഖ നിങ്ങൾക്ക് ടൈം കാണേണ്ട അല്ലേ? ലോഞ്ചിറ്റ്യൂഡ് സമയം കാണേണ്ട രേഖാംശ രേഖയും തമ്മിലുള്ള ആ ഡിഫറൻസ് എന്ത് ചെയ്യുക? അതിനെ കണ്ടിട്ട് അതിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കിട്ടുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 60 കൊണ്ട് ഹരിക്കുന്നു. കാരണം കിട്ടുന്ന ആൻസർ എന്തിലായിരിക്കും? മിനിറ്റിലായിരിക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യാണ്? 6നെ കൊണ്ട് എന്ത് ചെയ്യാടാ? ഹരിക്കാണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? 60യെ കൊണ്ട് ഹരിക്കുന്നു. എന്നിട്ട് നമ്മൾ ഈസ്റ്റ് അഥവാ കിഴക്ക് ഭാഗത്തേക്കാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് എന്താടാ 9 + 6 ചെയ്യാനുള്ള കാരണം എന്താ? കാരണം ഈ 90 എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രീനിച്ചിൻ്റെ ഈസ്റ്റ് സൈഡിലാണുള്ളത് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? വെസ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചേ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? 0 ഡിഗ്രിയും 45 ഡിഗ്രിയും തമ്മിൽ ഡിഫറൻസ് അല്ലേ? 0 × 45 ഡിഫറൻസ് എത്രയാണ്? 45. അത് നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 44 × 4 എത്രയാടാ? എത്രയാ? 180 ആണ്. അത് നമ്മൾ എത്ര ഡിവൈഡ് ചെയ്യുന്നു? 6നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇനി ഗ്രീനിച്ചിൻ്റെ വെസ്റ്റ് സൈഡ് അഥവാ പടിഞ്ഞാറ് ഭാഗത്തല്ലേ? ഗ്രീനിച്ചിൻ്റെ വെസ്റ്റ് സൈഡ് അഥവാ പടിഞ്ഞാറ് ഭാഗത്താണ് ആരുള്ളത്? ഈ 45 ഡിഗ്രി ഉള്ളത്. നമുക്കറിയാം ഗ്രീനിച്ചിൻ്റെ ടൈം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയുടെ ടൈം? 9 AM ആണ് അല്ലേ? അപ്പോൾ ഈ 9 മൈനസ് എത്രയാ? 180 ഡിവൈഡ് 60 എത്രയാ? 3 ആണല്ലേ? 180യെ 6 ഡിവൈഡ് എത്ര കിട്ടും? 3 എന്ന് കിട്ടും. അപ്പോൾ 9 - 3 അഥവാ 6 AM ആണ് എന്ത്? വെസ്റ്റ് അഥവാ പടിഞ്ഞാറ് ഭാഗത്തെ സമയം. അപ്പോൾ ഇങ്ങനെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്? എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരു ലോഞ്ചിറ്റ്യൂഡ്, ഒരു രേഖാംശ രേഖയിലെ സമയം തരും. അപ്പോൾ അധികം നിങ്ങൾക്ക് തരും എടുത്ത സമയമായിരിക്കും ഗ്രീനിച്ചിലെ സമയമായിരിക്കും. ഇനി ഗ്രീനിച്ചല്ല, ഏത് ലോഞ്ചിറ്റ്യൂഡ് അഥവാ ഏത് രേഖാംശ രേഖയിലെ സമയം തന്നാലും നിങ്ങൾക്ക് ടൈം തന്ന ലോഞ്ചിറ്റ്യൂഡ് അഥവാ ടൈം തന്ന രേഖാംശ രേഖയും നിങ്ങളോട് ടൈം കാണാൻ പറഞ്ഞ രേഖാംശ രേഖയും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ എന്ത് ചെയ്യുന്നു? അത് ആദ്യം കാണുന്നു. എന്നിട്ട് അതിനെ 4 കൊണ്ട് ഗുണിക്കുന്നു. കിട്ടുന്നതിനെ നമ്മൾ 60 അതായത് 60 കൊണ്ട് ഹരിക്കുന്നു. അതിനുള്ള കാരണം എന്താ? കിട്ടുന്ന ആൻസർ മിനിറ്റിലായിരിക്കും. നമുക്ക് അതിലേക്ക് മാറ്റണം, മണിക്കൂറിലേക്ക് മാറ്റണം. എന്നിട്ട് ടൈം തന്ന ലോഞ്ചിറ്റ്യൂഡ് വെസ്റ്റിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. ഈസ്റ്റിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കൂട്ടുന്നു. അപ്പോൾ ഈ ടൈം നിങ്ങൾക്ക് എന്ത് തരും? ക്വസ്റ്റ്യന് തരും കേട്ടോ. ഏതിനോടാണ് കൂട്ടേണ്ടത് കുറയ്ക്കേണ്ടത് എന്നുള്ള ടൈം നിങ്ങൾക്ക് എവിടെ തരും? ക്വസ്റ്റ്യന് തരും. ഒന്ന് ഈ രീതിയിലാണ് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി മറ്റൊരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ക്രിക്കറ്റ് മാച്ച് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഇംഗ്ലണ്ട് ഈസ് പ്ലേയിങ് അറ്റ് ഇംഗ്ലണ്ട് അറ്റ് 8 AM. വാട്ട് വിൽ ബി ടൈം അറ്റ് ടെലികാസ്റ്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഒരു ക്രിക്കറ്റ് മത്സരം ഇംഗ്ലണ്ടിൽ രാവിലെ 8 മണിക്ക് നടക്കുന്നു. അത് ഇന്ത്യയിൽ ഏത് സമയത്താണ് സംപ്രേക്ഷണം ചെയ്യുക? അതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ നോക്കിയേ. ഓക്കെ, അപ്പോൾ എന്താണ്? ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരം രാവിലെ 8 മണിക്ക് നടക്കുകയാണ് അല്ലേ? അത് ഇംഗ്ലണ്ട് വെച്ചിട്ടാണ് നടക്കുന്നത്. അത് ഇന്ത്യയിൽ എത്ര മണിക്കാണ് സംപ്രേഷണം ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം, ഇംഗ്ലണ്ട്, ബ്രിട്ടൻ, UK ഇങ്ങനെ 3, ഇംഗ്ലണ്ട്, ബ്രിട്ടൻ, UK ഇങ്ങനെ 3 കണ്ടാലും ഇതിൻ്റെ ഒക്കെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ അഥവാ മാനക രേഖാംശം എത്ര ഡിഗ്രിയാടാ? 0 ഡിഗ്രി ആട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇംഗ്ലണ്ട്, ബ്രിട്ടൻ, UK ഈ 3 രാജ്യം, ഈ 3ൻ്റെയും സ്റ്റാൻഡേർഡ് മെറിഡിയൻ അഥവാ മാനക രേഖാംശം എത്ര ഡിഗ്രിയാണ്? 0 ഡിഗ്രിയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇംഗ്ലണ്ട്, ബ്രിട്ടൻ, UK ഈ 3ൻ്റെയും സ്റ്റാൻഡേർഡ് മെറിഡിയൻ അഥവാ മാനക രേഖാംശം എത്ര ഡിഗ്രിയാണ്? 0 ഡിഗ്രിയാണ്. അപ്പോൾ 0 ഡിഗ്രി അഥവാ ഗ്രീനിഷിൻ്റെ ടൈം എത്രയാണ്? 8 AM ആണ്. നമ്മളോട് കാണാൻ പറഞ്ഞ എവിടുത്തെ ടൈമാണ്? 82.5 ഡിഗ്രി ഈസ്റ്റ് അഥവാ 82 ഡിഗ്രി കിഴക്കിലെ സമയമാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കി വെക്കുക. ഗ്രീൻവിച്ചും ഇന്ത്യയും അല്ലെങ്കിൽ ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിലുള്ള ടൈം ഡിഫറൻസ് എത്രയാടാ? +5:30 ആണ്. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഇന്ത്യയും
ഇംഗ്ലണ്ടും ഇന്ത്യയും, അതായത് ഗ്രീനിച്ചും ഇംഗ്ലണ്ടും ഇന്ത്യയും അല്ല, ശ്രദ്ധിക്കണേ, ഗ്രീൻവിച്ച് അല്ലെങ്കിൽ ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ബ്രിട്ടൻ അല്ലെങ്കിൽ UK, ഇതും ഇന്ത്യയും തമ്മിലുള്ള ടൈം ഡിഫറൻസ് എത്രയാണ്? +5:30. ഗ്രീൻവിച്ച്, ഇംഗ്ലണ്ട്, ബ്രിട്ടൻ, UK, ഈ സ്ഥലങ്ങളും ഇന്ത്യയും തമ്മിലുള്ള ടൈം ഡിഫറൻസ് എത്രയാണ്? +5:30. അത് നിങ്ങളുടെ മൈൻഡിൽ അങ്ങോട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക കേട്ടോ. അതായത് ഗ്രീൻവിച്ച്, ഇംഗ്ലണ്ട്, ബ്രിട്ടൻ, UK, ഇവയും അതേപോലെ തന്നെ ഇന്ത്യയും തമ്മിലുള്ള ടൈം ഡിഫറൻസ് എത്രയാണ്? +5:30. അപ്പോൾ നമുക്കറിയാം ഇംഗ്ലണ്ടിലെ ടൈം എത്രയാണ്? 8 AM ആണ്. അതിനോട് എത്ര കൂട്ടണം? 5:30 കൂട്ടണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1:30 PM എന്ന് വെച്ചാൽ 13:30 എന്ന് കിട്ടും. 13:30 എന്ന് പറഞ്ഞാൽ എന്താ? 1:30 ആണ്. അപ്പോൾ ഇംഗ്ലണ്ട് രാവിലെ 8 AM നടക്കുന്ന 8 മണിക്ക് നടക്കുന്ന ഒരു ക്രിക്കറ്റ് മത്സരം ഇന്ത്യയിൽ ഉച്ചയ്ക്ക് 1:30, അതായത് 1:30ക്കാണ് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താ? ഇംഗ്ലണ്ട്, ഗ്രീൻവിച്ച്, ബ്രിട്ടൻ, UK, ഇവയും അതേപോലെ ഇന്ത്യയും തമ്മിലുള്ള ടൈം ഡിഫറൻസ് അഥവാ സമയ വ്യത്യാസം എത്രയാണ്? +5:30. എത്രയാണ് മക്കളെ? +5:30. എത്രയാണ് മക്കളെ? +5:30. സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്? എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ടൈം കാൽക്കുലേഷൻ നമ്മൾ എന്ത് ചെയ്യില്ല? ലൈവിൽ ഡിസ്കസ് ചെയ്യില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ടൈം കാൽക്കുലേഷൻ വീഡിയോ കണ്ട് ഈ ടോപ്പിക്ക് സെറ്റ് ആക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ലൈവിൽ ഡിസ്കസ് ചെയ്യും. സോ പരമാവധി ഫ്രണ്ട്സിനെയും കൂട്ടി ഇന്നത്തെ 7:30 ലൈവിലേക്ക് എല്ലാവരും എത്തുക. അപ്പോൾ ഈ രീതിയിലാണ് എന്ത് ചെയ്യുക? നമുക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു കാര്യം കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യണം. നോക്കട്ടെ ആരൊക്കെയാണ് ആൻസർ കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്? എക്സാമിന് ചോദിക്കാറുണ്ട്. സെറ്റ് അല്ലേ? റെഡി അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ചില്ലല്ലേ? യെസ്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ എല്ലാവരും ലൈവിലേക്ക് എത്തുക. ലൈവ് നമുക്ക് ചില്ലാക്കണം, പൊളിയാക്കണം. എല്ലാവരും ലൈവിലേക്ക് എത്തുക. അപ്പോൾ വീണ്ടും ലൈവിൽ കാണാതിരിക്കും. ബൈ.